ഹലോ കിഡോസ് ക്ലാസ് ഫോർ മാത്സ് ഒളിമ്പ്യാഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് വീഡിയോസ് ആണ്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 26 to 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26, സ്റ്റഡി ദ പിക്ചറോഗ്രാഫ് പ്രോപ്പർലി. ഇതൊരു പിക്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഓഫ് ഡൽഹി ഇൻ എ വീക്ക്. മൺഡേത്തെ ടെമ്പറേച്ചർ 1, 2, 3, 4 സണ്ണിനെ തന്നിട്ടുണ്ട്. ഒരു സൺ പറഞ്ഞാൽ 10 ഡിഗ്രി ആണ്. നമ്മൾക്ക് ഇതിനെ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ മൺഡേയിലെത്തത് 1, 2, 3, 4 സണ്ണാണ്. അപ്പോൾ ഒരു സൺ പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 4 സൺ പറഞ്ഞാൽ 10 + 10 + 10 + 10 40 ആണ്. ട്യൂസ്ഡേയിലെത്തത് 3 സൺ ആണ്. അപ്പോൾ 3 × 10 30 ആണ്. വെനസ്ഡേയിലെത്തത് 1, 2, 3 ഫുൾ സണ്ണും ഒരു ഹാഫ് സണ്ണുമാണ്. അപ്പോൾ 3 ഫുൾ സൺ പറയുമ്പോൾ 10 + 10 + 10 പ്ലസ് ഹാഫിൻ്റെ 10 പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ഓൾ ടുഗദർ 35 കിട്ടും. ഇനി തേഴ്സ്ഡേയിലത്തെ നോക്കുകയാണെങ്കിൽ 2 സണ്ണാണ്. അപ്പോൾ 10 + 10 20. ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ 2 സൺ പ്ലസ് ഹാഫ് സൺ, 2 സൺ 20, മറ്റേ ഹാഫ് സൺ 5, അപ്പോൾ 25 കിട്ടി. സാറ്റർഡേ നോക്കുകയാണെങ്കിൽ ഒരു സണ്ണും ഒരു ഹാഫും, 10 + half of 10, 10 + 5 15 ആണ് കിട്ടുക. സൺഡേയിൽ നോക്കുകയാണെങ്കിൽ 2 സണ്ണ് 10 + 10 20 കിട്ടുക. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഡേ ഹാസ് ദ ലീസ്റ്റ് ടെമ്പറേച്ചർ. നോക്ക്, സൺഡേയിൽ 20 ആണുള്ളത്, സാറ്റർഡേയിൽ 50 ആണുള്ളത്, ഫ്രൈഡേയിൽ 25 ആണുള്ളത്, തേഴ്സ്ഡേയിൽ 20 ആണുള്ളത്, വെനസ്ഡേയിൽ 35 ആണുള്ളത്, ട്യൂസ്ഡേയിൽ 30 ആണുള്ളത്, മൺഡേയിൽ 40 ആണുള്ളത്. അപ്പോൾ ലീസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സാറ്റർഡേയിലല്ലേ ഉള്ളത്. അപ്പോൾ സാറ്റർഡേയിലാണ് ലീസ്റ്റ് ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ ആൻസർ ഈ സാറ്റർഡേ ആണ്, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 27, ദ ചാർട്ട് ബിലോ ഷോസ് ദി നമ്പർ ഓഫ് അവേഴ്സ് സ്റ്റഡീഡ് ബൈ അമാൻ. അപ്പോൾ ഇത് അമാൻ ഓരോരോ ദിവസം പഠിച്ച അവേഴ്സാണ്. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺഡേ അമാൻ 4.5 അവേഴ്സ് പഠിച്ചിട്ടുണ്ട്, ട്യൂസ്ഡേ 3 അവേഴ്സ് പഠിച്ചിട്ടുണ്ട്, വെനസ്ഡേ 1 അവറേ പഠിച്ചിട്ടുള്ളൂ, തേഴ്സ്ഡേ 2 അവേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഫ്രൈഡേ 4 അവേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ദ അവേഴ്സ് സ്റ്റഡീഡ് ബൈ അമാൻ ഇൻ ദീസ് 5 days. ആവറേജ്, എത്ര ആവറേജ് അവേഴ്സ് അമാൻ പഠിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ആവറേജ് കാണാം? ആവറേജ് കാണാമെന്നുള്ളത് സം ഓഫ് ഓൾ ഡിവൈഡഡ് ബൈ നമ്പർ. എന്തിൻ്റെ ആണെങ്കിലും ആവറേജ് കാണാം, എല്ലാത്തിൻ്റെയും സമ്മ് കാണാം, വാല്യൂസിൻ്റെ സമ്മ് കാണാം. സമ്മ് കണ്ടിട്ട് എത്ര വാല്യൂസാണോ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പറഞ്ഞാൽ ഇവിടുത്തെ സമ്മ് കാണാമെന്ന് പറഞ്ഞാൽ മൺഡേയിലത്തെ വാല്യൂ 4.5 ആണ്, ട്യൂസ്ഡേയിലത്തെ വാല്യൂ 3 ആണ്, വെനസ്ഡേ 1 ആണ്, തേഴ്സ്ഡേ 2 ആണ്, ഫ്രൈഡേ 4 ആണ്. അപ്പോൾ സം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വാല്യൂസിൻ്റെ സമ്മ് പറഞ്ഞാൽ 4.5 + 3 + 1 + 2 + 4 നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 14.5 കിട്ടും. ഇനി നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്പർ 5 ആണ്. അപ്പോൾ ആവറേജ് എങ്ങനെയാണ് കാണാം? സം ഡിവൈഡഡ് ബൈ നമ്പർ 14.5 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 2.9. അപ്പോൾ 2.9 ഇവിടെ തന്നിരിക്കുന്നത് ആൻസർ ഡി ആണ്. അപ്പോൾ ആൻസർ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. Question number 28. It was taken in the class by the class teacher to understand the favorite ice cream of students. There are a total of 50 students in the class. ക്ലാസ്സിൽ മൊത്തം 50 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 50 സ്റ്റുഡൻസിൻ്റെയും ഇഷ്ടപ്പെട്ട ഐസ്ക്രീമിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, എത്ര കുട്ടികൾക്ക് ബ്ലൂബെറി ഇഷ്ടമുണ്ട്, എത്ര കുട്ടികൾക്ക് കോട്ടൺ ക്യാൻഡി ഇഷ്ടമുണ്ട് എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നോക്ക്, ദ സം ഓഫ് ദ സ്റ്റുഡൻസ് ഹു ലൈക്ക് ബ്ലൂബെറി ആൻഡ് കോട്ടൺ ക്യാൻഡി ഈസ് ഹൗ മച്ച് ലെസ് ദാൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് നമ്പർ ഓഫ് ബ്ലൂബെറി ലൈക്കിംഗ് സ്റ്റുഡൻസ് നമ്പർ 10 ആണ് നമ്മൾക്ക് കിട്ടി. നെക്സ്റ്റ് ഈസ് നമ്പർ ഓഫ് കോട്ടൺ ക്യാൻഡി ലൈക്കിംഗ് സ്റ്റുഡൻസ്, അത് 14 ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് അറിയേണ്ടത് ദ സം ഓഫ് ദ സ്റ്റുഡൻസ് ഹു ലൈക്കിംഗ് ബ്ലൂബെറി ആൻഡ് കോട്ടൺ ക്യാൻഡി ഈസ് ഹൗ മച്ച് ലെസ് ദാൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. ഇപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം എത്ര കുട്ടികൾക്ക് ഇഷ്ടം? 48, അതും ഇവിടെ നിന്ന് നമ്മൾക്ക് കിട്ടി 48 ആണെന്നുള്ളത്. ഇനി നമുക്ക് സം ഓഫ് ദ സ്റ്റുഡൻസ് കാണാം. സം ഓഫ് ദ സ്റ്റുഡൻസ് ഹു ലൈക്സ് ബ്ലൂബെറി ആൻഡ് കോട്ടൺ ക്യാൻഡി, ഇത് 10 ആണ്, ഇത് 14 ആണ്, 10 + 14 24 കിട്ടി. ഇനി എത്ര കുട്ടികൾക്കാണ് ഹൗ മച്ച് ലെസ് ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പോൾ എങ്ങനെ കാണാം നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ്? 48 - 24, 48 - 24 is equal to 24. But the answer is A. Question number 29. An automatic challan was triggered for vehicles breaking the traffic rule.
the report generated was based on this graph. പറഞ്ഞാൽ കുറേ വെഹിക്കിൾസ് ഉണ്ട്, ആ വെഹിക്കിൾസ് ട്രാഫിക് റൂള് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്തതിൽ ഹൗ മെനി ട്രക്സ് ബ്രോക്ക് ദ റൂൾ 48, മോട്ടോർ സൈക്കിൾ 45, ഓട്ടോറിക്ഷ 12 ഓട്ടോറിക്ഷാസ് ബ്രോക്ക് ദ റൂൾ, 35 ബസ്സസ് ബ്രോക്ക് ദി റൂൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ചലാൻ എഗെയിൻസ്റ്റ് ട്രക്ക് ഡ്രൈവേഴ്സ് ആൻഡ് ബസ് ഡ്രൈവേഴ്സ്. ഇപ്പം എങ്ങനെ നമ്മൾ കാണാം, ഡിഫറൻസ് നമുക്ക് കാണുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ, മൈനസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ട്രക്ക് ഡ്രൈവേഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത്, എത്ര ട്രക്ക് ഡ്രൈവേഴ്സിന് ചലാൻ അല്ലെങ്കിൽ ഫൈൻ കൊടുത്തിട്ടുണ്ട്, 48. എത്ര ബസ് ഡ്രൈവേഴ്സിന് കൊടുത്തിട്ടുണ്ട്, 35. എന്ന് ചോദിക്കുന്നതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് പറയുമ്പോൾ 48 മൈനസ് 35 വിച്ച് ഈസ് ഈക്വൽ ടു 13. അപ്പോൾ ആൻസർ ഈസ് ഡി, 13. Number 13, there are 50 students in each class. The graph shows the number of students present in each class on Monday. Question is, which class has the least number of absentees? ലീസ്റ്റ് നമ്പർ ഓഫ് ആബ്സെൻറ്റീസ് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പ്രസൻറ്റ്. അപ്പോൾ ഇത് കുട്ടികൾ ടോട്ടൽ കുട്ടികൾ 50 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ക്ലാസ് 1-ൽ 35 സ്റ്റുഡൻസ് മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാ കുട്ടികളും ആബ്സെൻ്റ് ആണ്. ക്ലാസ് 2-ൽ 29 സ്റ്റുഡൻസേ പ്രസൻ്റ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ആബ്സെൻ്റ് ആണ്. ക്ലാസ് 3-ൽ 46 കുട്ടികൾ പ്രസൻ്റ് ആണ്. നോക്ക്, 46 കുട്ടികൾ പ്രസൻ്റ് ആണ്. ക്ലാസ് 4-ൽ 39 ആണ്. ക്ലാസ് 5-ൽ 41 ആണ്. അപ്പോൾ മാക്സിമം കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, ക്ലാസ് 3-ലാണ്. അപ്പോൾ ക്ലാസ് 3-ലാണ് മാക്സിമം കുട്ടികൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ ആബ്സെൻ്റ്, ലീസ്റ്റ് കുട്ടികൾ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഈസ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 31, സുജിത തിങ്സ് ഓഫ് എ ഡെസിമൽ നമ്പർ വേർ 10th digit is 2, 100th digit is 5, 10th digit is 3 more than 1's digit. If the 10th digit is 4, then what is the number thought by Suchita? ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത്, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇത് ഡെസിമൽ നമ്പറാണ് കേട്ടോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡെസിമൽ നമ്പർ. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇല്ല നമ്പറിനാണ് നമ്മൾ ഡെസിമൽ നമ്പർ എന്ന് പറയുക, പോയിൻ്റ് ഫ്രാക്ഷൻ ഇല്ല നമ്പറിനാണ്. അപ്പോൾ സപ്പോസ് ഇത് ഒരു ഫ്രാക്ഷൻ നമ്പറാണ്, ഞാനിവിടെ എഴുതിയത് 58.67 എന്നുള്ള ഒരു ഫ്രാക്ഷൻ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രാക്ഷൻ ഇല്ല എങ്കിൽ ഞാൻ 58 എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ അറിയാം. 8 ഈസ് വൺസിൻ്റെ പൊസിഷനാണ്, 5 ടെൻസിൻ്റെ പൊസിഷനാണ്. അതേപോലെ തന്നെ 8 വൺസിൻ്റെ പൊസിഷനാണ്, 5 ടെൻസിൻ്റെ പൊസിഷനാണ്. ഇനി ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഫ്രാക്ഷൻ ഇട്ടിട്ട് ഫസ്റ്റ് ഡിജിറ്റ് 6, ഈ 6ന് നമ്മൾ ഇവിടെ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വൺസ് ഇല്ല, 6ൻ്റെ പൊസിഷനാണ് നമ്മൾ 10th പൊസിഷനാണ്. ടെൻസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലെല്ലാം നമ്മൾ ടെൻസ് എന്ന് പറഞ്ഞു, ഇതിന് നമ്മൾ 10th ഓർക്കണം, 10th പൊസിഷൻ എന്നാണ് പറയുക. അതിൻ്റെ നെക്സ്റ്റ് പൊസിഷനാണ് നമ്മൾ 100th പൊസിഷൻ എന്ന് പറയും. ഇനി 5 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് 58, അപ്പോൾ 8 വൺസ് ആണ്, 5 ടെൻസ് ആണ്. ഇവിടെ ഞാനൊരു 1 കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 1 100th പൊസിഷനാണ്. 100s നോട്ട് 100th, 100s ആണ്, 100th അല്ല. 100th പറയുമ്പോൾ അത് ഫ്രാക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ നമ്പറിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇനി നോക്ക്, സുജിത തിങ്സ് ഓഫ് എ ഡെസിമൽ നമ്പർ വെർ 10th ഡിജിറ്റ്. 10th ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ്. 10th ഡിജിറ്റ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100th ഡിജിറ്റ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് 25, ഇതാണ് 10th പൊസിഷൻ, ഇതാണ് 100th പൊസിഷൻ. അപ്പോൾ 0.25 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്ക്, ഇവിടെ 10th ഡിജിറ്റ് ഈസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ 10th ഡിജിറ്റ് ഈസ് 4, 10th ഡിജിറ്റ് 4, 10th ഡിജിറ്റ് പറഞ്ഞാൽ ഇതാണ് ഈ 5ൻ്റെ പൊസിഷനിൽ 10th ഡിജിറ്റ്സ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ നമ്പർ തോട്ട് ബൈ സുജിത? 10th ഡിജിറ്റ് ഈസ് 3 മോർ ദാൻ ദി 1's ഡിജിറ്റ്. 10th ഡിജിറ്റ് ഈസ് 3 മോർ ദാൻ ദി 1's ഡിജിറ്റ്. അപ്പോൾ 10th ഡിജിറ്റ്സ് 4 ആണ്, അപ്പോൾ 1's ഡിജിറ്റ്സിനെക്കാളും 3 മോർ ആണ്. അപ്പോൾ 1's ഡിജിറ്റ്സ് എങ്ങനെ കിട്ടാം? 4 - 3 1 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണാം? നമ്മൾക്ക് 10th ഡിജിറ്റ്സ് 4 ആണെന്ന് കിട്ടി, 1's ഡിജിറ്റ്സ് 1 ആണെന്ന് കിട്ടി, 10th ഡിജിറ്റ് 2 ആണെന്ന് കിട്ടി, 100th ഡിജിറ്റ് 5 ആണെന്ന് കിട്ടി. അപ്പോൾ ദ ആൻസർ ഈസ് 41.25, ഓപ്ഷൻ എ. Question number 32, which will be the simplest value of 14.28 plus 31.29 plus 31.05 plus 05 minus 25.64 minus 2.80. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഇത്ര വരെ നമ്മൾക്ക് പ്ലസ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത്രയുള്ള സാധനത്തിന് പ്ലസ് ചെയ്യും. അപ്പോൾ അത്രയും സാധനത്തിന്, അപ്പോൾ എത്രയും നമ്പേഴ്സിന് നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 14.28 പ്ലസ് 31.29 പ്ലസ് 31.05 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 76.68 കിട്ടും. ഇനി ഉള്ളത് നോക്ക്, ഈ പോർഷൻസ് ഇതും മൈനസ് വാല്യൂ ആണ്, ഇതും മൈനസ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ രണ്ട് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്ലസ് ചെയ്ത് കിട്ടും. ഇനി 76.62 നമ്മൾക്ക് എന്ത് മൈനസ് ചെയ്യാം? 25.05
25.64 മൈനസ് ചെയ്യുക, 25.64 മൈനസ് ചെയ്യുക, എന്നിട്ടൊരു വാല്യൂ കിട്ടുമല്ലോ. എന്നിട്ട് ആ വാല്യൂന്ന് എഗെയിൻ എന്ത് മൈനസ് ചെയ്യുക, 2.80 മൈനസ് ചെയ്യുക. ഇല്ല എങ്കിൽ 25 ഇത് മൈനസാണ്, ഇത് മൈനസാണ്, അപ്പോൾ രണ്ട് മൈനസ്. അതിന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഈ മൈനസിലെ രണ്ട് വാല്യൂസും നമ്മൾ ആദ്യം പ്ലസ് ചെയ്യും. 25.64 പ്ലസ് 2.80 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28.84 കിട്ടും. അപ്പോൾ ഇതാണ് ശരിക്കും പ്ലസ്, ഇത് മൈനസ് ആണ്. ഇത് നമ്മൾ നെക്സ്റ്റിൽ ഈ പ്ലസ് കിട്ടിയ സാധനത്തിൽ നിന്ന് ഈ പ്ലസ് കിട്ടിയ നമ്പറിൽ നിന്ന് സമ്മിന്ന് ഈ സമ്മ് ഫസ്റ്റ് കിട്ടിയ സമ്മിന്ന് സെക്കൻഡ് സമ്മ് മൈനസ് ചെയ്യും. അപ്പോൾ 76.62 28.44 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 48.18 കിട്ടും. അപ്പോൾ ദ ആൻസർ ഈസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 33, വിച്ച് വൺ ഈസ് ദ ഗ്രേറ്റർ. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് നോക്കാം. 41.35 പ്ലസ് 0.25 ഇത് ഫ്രാക്ഷൻ അഡീഷൻ ആണ്. നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ 41.60 കിട്ടും. ഓപ്ഷൻ ബി 41.2653 മൈനസ് 40 ചെയ്ത് കഴിഞ്ഞാൽ 1.2653 കിട്ടും. മൈനസ് ആണ്, സബ്ട്രാക്ഷൻ ആണ്. സി എന്നുള്ളത് 42.05 പ്ലസ് 0.20 വി ആർ ഗെറ്റിംഗ് 42.25. ഡി എന്ന് പറഞ്ഞാൽ 41.404 മൈനസ് 1 40.404. ഇനിയുള്ളത് വിച്ച് വൺ ഈസ് ദി ഗ്രേറ്റസ്റ്റ്. ഇത് 41 ആണ്, ഇത് 1 ആണ്, ഇത് 42 ആണ്. അപ്പോൾ ഇതാണ് 42, ഇത് 40 മാത്രമേ ഉള്ളൂ. അപ്പോൾ ദ ആൻസർ ഈസ് സിക്കാണ് കൂടുതൽ വാല്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 34, Priyanshu ate pizza for rupees 124.90 including taxes. He gave rupees 200 at the counter. How much money should he ask in the return? എങ്ങനെയാ, പിസ്സേൻ്റെ പൈസ 124.90 ആണ്, ഹി ഹാസ് ഗിവൺ 200 ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ കാണാം, ഇറ്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 75.10 കിട്ടും. അപ്പോൾ 75.10 ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 35, Kriti has raised 14.50. Priyanka gives her raise 22.35 more and Sheetal gives her raise 12 more. How much does Kriti have now? Round it off to the whole number എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃതിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, 14.50. പ്രിയങ്ക എത്ര കൊടുത്തു, 22.35. ശീതൽ എത്ര മോറ് കൊടുത്തു, 12 കൊടുത്തു. അപ്പോൾ ടോട്ടൽ പൈസ എത്ര കൃതിൻ്റെ കയ്യിലുണ്ടാവുക, കൃതിൻ്റെ കയ്യിലുള്ള പൈസ പ്ലസ് പ്രിയങ്ക ഗിവൺ പൈസ പ്ലസ് ശീതൽ ഗിവൺ പൈസ. അപ്പോൾ ടോട്ടൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക 48.95 ആണ്. 48.95 ആണ് കറക്റ്റ് പൈസ. അപ്പോൾ ഇവിടെ 48.95 എന്നില്ല, ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റൗണ്ട് ഇറ്റ് ഓഫ് ടു ഹോൾ നമ്പർ. അപ്പോൾ 48.95 48ൻ്റെ നെക്സ്റ്റ് തൊട്ടടുത്ത നമ്പർ 49 ഉണ്ട് ഇവിടെ. 48ൻ്റെ നെക്സ്റ്റ്